ഞങ്ങൾ 2 സുഹൃത്തുക്കൾ കണ്ണ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ കണ്ണ് കെട്ടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ കണ്ണാടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണാടിയുടെ പുറത്തുകൂടെ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണാടി മാറ്റിയിട്ട് ഞാൻ കണ്ണ് കെട്ടുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കരുതാം ഈ കെട്ടുന്ന തുണി ഞാൻ ഉപയോഗിച്ച കണ്ണാടി പോലെ ഒരു ഭാഗത്തൂടെ നോക്കുമ്പോൾ മറുഭാഗം കാണുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധനമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇത് പരിശോധിക്കണം. ഈ തുണിയിലൂടെ നോക്കിയാൽ അതൊക്കെ കണ്ണാടി പോലെ എന്തെങ്കിലും പദാർത്ഥമാണോ കാണാമോ എന്ന് പരിശോധിക്കണം. മൈക്കിലൂടെ പറയണം കാണുന്നുണ്ടോ ഇല്ലേ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തൊപ്പിയൂടെ അതിട്ട് ഇവിടെ ആവുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് പറയണം. ഇത് കാണാം അല്ലേ? നന്നായിട്ട് കാണാം. ഇപ്പൊ കെട്ടിയിട്ടാണ് ഇടുന്നത്. അതെ, അപ്പൊ ഇത് കെട്ടിയിട്ടിടുമ്പോഴോ നീയോ നൂറൊക്കെയാണ് ആളുണ്ടല്ലേ? അപ്പൊ ഇത് വെച്ചാലോ? ശരി. അപ്പൊ എങ്ങനെയാണ് കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കാൻ പോകുന്നത്? കണ്ണ് കാണാൻ നിർത്തിയില്ലാത്ത തരത്തിൽ കേട്ടോ. ഇനി കിട്ടിയോ? ഇതുകൂടെ കെട്ടിത്തരും. ശ്വാസം ഇവിടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കണ്ണ് പൊട്ടി കാണില്ല എന്നുള്ളത് നിങ്ങളുടെ സ്ഥലവാസി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കണ്ണ് നന്നായി ഇറക്കി കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മാസ്ക് കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഈ റോഡിനെ ഇരുവശം നിൽക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇവർ രണ്ടുപേരും ഇതുപോലെ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് ഒരുപാട് ആളുകളെ ആശുപത്രിയിൽ ആക്കിയിട്ടുള്ള ബിരുദന്മാരാണ്. അവര് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വണ്ടി വന്ന് നമ്മുടെ ദേഹത്ത് ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. ഇവർക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണെങ്കിലും അവര് സധൈര്യം ബൈക്ക് ഓടിക്കാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാ നാഗപ്പൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അജയൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതാ കണ്ണ് കാണാതെ വിജയകരമായി നാഗപ്പനും അജയനും കാച്ചാണി ജംഗ്ഷനിലൂടെ ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണു കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല. അതാണ് ഈ പരിപാടിയിലൂടെ ആദ്യമായി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. കണ്ണില്ലാതെ കാണുക. കോഴിക്കോട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഇത് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 10,000 കണക്കിന് രൂപ ഫീസായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അജയനും നാഗപ്പനും ഇവിടെ എത്തിയിട്ടും ഓടിച്ച് മതിയാകാത്തത് കൊണ്ട് അവിടെ സുഹൃത്ത് പറയുന്നു തിരുവനന്തപുരത്തും
കണ്ണില്ലാതെ കാണാനുള്ള കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 10,000-കണക്കിന് രൂപ വാങ്ങിച്ച് പരിശീലനം നൽകുമ്പോൾ ഇവിടെ ഇത് വെറും മാജിക്കിന്റെ വിദ്യയാണ് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു മാജിക്കിന്റെ സൂത്രമാണ്. ഇവർക്ക് കണ്ണ് കാണുമോ കാണില്ലേ എന്ന് ചോദിച്ചാൽ കാണില്ല എന്നാണ് നിങ്ങളുടെ അനുഭവ സാക്ഷ്യമെങ്കിൽ അത് ശരിയാകുമോ എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവരുടെ കണ്ണ് കെട്ടിയിരുന്നു, ഇവർക്ക് കണ്ണ് കാണാൻ സാധ്യമല്ല, സ്വയമേ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ബൈക്കിൽ കയറി കഴിഞ്ഞാൽ കണ്ണ് കാണുന്ന രീതിയിൽ ഇവർ വ്യക്തമായി ബൈക്ക് ഓടിച്ചു. ഇത് എങ്ങനെയാണ് സാധിക്കുക? ഇതിന്റെ രഹസ്യം തൽക്കാലം നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇതൊരു മാജിക്കാണ്. ഇവിടെ കാണിക്കുന്ന മാജിക്കിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾ പുറത്തു പറയില്ല. എന്നാൽ ദിവ്യാത്ഭുതങ്ങൾ, ഇന്ത്യയിലെ മനുഷ്യ ദൈവങ്ങൾ, കേരളത്തിലെ ആൾ ദൈവങ്ങള്, അവരൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ അനുയായികളെ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു. ഇവിടെ തീ ആളിക്കത്തുകയാണ്. ഏകദേശം 2 മണിക്കൂർ ഈ തീ ആളിക്കത്തിയതിനു ശേഷം ഇത് കനലായി മാറിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഈ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും നടക്കാൻ സാധിക്കും. നിങ്ങളെ ആദ്യം നടത്തിക്കുകയല്ല, ഞങ്ങൾ ആദ്യം നടന്നു കഴിഞ്ഞാൽ പല ആരാധനാലയങ്ങളിലും മുഖ്യ വഴിപാടാണ്, മുഖ്യമായ ഒരു കർമ്മമാണ്. അതിശയകരമായി ആളുകളെ ഒത്തുകൂടിക്കാനുള്ള ഒരു കർമ്മമായി നടക്കുന്ന ഇക്കാര്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിറക് ആളിക്കത്തുകയാണ്. അത് കനലാകാൻ ഏകദേശം 2 മണിക്കൂർ വേണ്ടി വരും. യാതൊരുവിധ മുൻകരുതലും എടുക്കാതെ നടക്കാൻ വേണ്ടി മുൻകരുതൽ എടുക്കണം. അല്ലാതെ ദേവിയെ ബന്ധിപ്പിക്കുക, ദൈവത്തെ ബന്ധിപ്പിക്കുക, ദേവന്റെ പൂജ നടത്തുക, അതൊന്നുമില്ലാതെ തന്നെ ധൈര്യമുള്ള ആർക്കും ഇതിൽ